തിരുവചനം തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. കർത്താവായ ഈശോയെ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരു ദിവസം ഒരു യുവദമ്പതികൾ എന്നെ കാണുവാൻ വേണ്ടി വന്നു. എനിക്ക് വളരെ കാലം പരിചയമുള്ളവരാണ് അവർ. 2 കുഞ്ഞുങ്ങളാണ് അവർക്കുള്ളത്. രണ്ടാമത്തെ കുഞ്ഞിന് 3.5 വയസ്സായി. ആ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ഓമനത്വവും ആ ഒരു ഇടവകയിലെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി മാറിയ കുഞ്ഞാണ്. അവൻ്റെ കളികളും അവൻ്റെ കുട്ടിത്തവും എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. എന്നാൽ ആ കുഞ്ഞിന് പെട്ടെന്ന് വയറുവേദനകൾ ആരംഭിച്ചു. അമ്മേ, എനിക്ക് വയറുവേദനയാണെന്ന് കുഞ്ഞ് അമ്മയോട് പറയും. അമ്മ പറയും, സാരമില്ല കുഞ്ഞ്, അതെന്തെങ്കിലും കഴിച്ചിട്ട് ദഹിക്കാത്തത് കൊണ്ടാണ്. ആദ്യം ചെറിയ ചെറിയ മരുന്നുകൾ കൊടുത്തു. എന്നിട്ടും കുഞ്ഞിൻ്റെ ഈ വയറുവേദന മാറുന്നില്ല എന്ന് കണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് അവർ പറഞ്ഞു, അയ്യോ ഇതൊരു വലിയൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. അപ്പോഴാണ് ഈ അമ്മ തൻ്റെ കുഞ്ഞിന് എന്തോ മാരകമായ രോഗാവസ്ഥയാണ് എന്ന് മനസ്സിലാക്കിയത്. വളരെ പ്രശസ്തമായ ഒരു ആശുപത്രിയിൽ കൊണ്ടുചെല്ലുകയും ആശുപത്രിയിലെ ഡോക്ടർ, നല്ല ദൈവവിശ്വാസമുള്ളൊരു ഡോക്ടർ, കുഞ്ഞിനെ പരിശോധിക്കുകയും ആ ഡോക്ടർ അമ്മയോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കരുത്, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, ഞാൻ പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾ ഉണ്ടാകുമല്ലോ. കുഞ്ഞിന് മാരകമായ ഒരു ക്യാൻസറാണ്, ഇപ്പോൾ തന്നെ ഒരു സർജറി ആവശ്യമാണ്. അങ്ങനെ ആ ഡോക്ടറുടെ നേതൃത്വത്തിൽ സർജറി കഴിഞ്ഞു. വീണ്ടും വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി തിരുവനന്തപുരം ക്യാൻസർ സെൻ്ററിലേക്ക് അയച്ചു. അവിടെ വളരെ വിദഗ്ധരായ ഡോക്ടർമാർ കുഞ്ഞിനെ പരിശോധിച്ചു. എന്നിട്ട് അപ്പനും അമ്മയെ മാറ്റി നിർത്തി പറഞ്ഞു, നമ്മൾ ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം. കുഞ്ഞിന് രോഗം വളരെ കലശലാണ്. കുഞ്ഞിന് വൈദ്യശാസ്ത്രത്തിന് രക്ഷിക്കാനായിട്ട് സാധിക്കില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വൈദ്യശാസ്ത്രം കൈവെടിഞ്ഞെടുത്ത് ദൈവത്തിന് ഇടപെടാൻ സാധിക്കുമെന്ന വിശ്വാസത്തോടെയാണ് ആ മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞിനുമായിട്ട് പ്രാർത്ഥനാ ശുശ്രൂഷകളിലേക്ക് കടന്നു വരുന്നത്. തൻ്റെ മകൻ ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും, തൻ്റെ മകൻ എപ്പോൾ വേണമെങ്കിലും തങ്ങളിൽ നിന്ന് പിരിയാമെന്നറിഞ്ഞിട്ടും ആ അമ്മ തൻ്റെ കുഞ്ഞിനെ മരണത്തിന് വിട്ടുകൊടുക്കില്ല എന്ന ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് ശുശ്രൂഷകളിലേക്ക് കടന്നു വരുന്നത്. ആ അമ്മ പറഞ്ഞു, അച്ഛാ, എൻ്റെ കുഞ്ഞ് എനിക്ക് നഷ്ടപ്പെടുന്നതിനേക്കാൾ വലുതെൻ്റെ ഹൃദയത്തിൽ 1000 കടാരകൾ കുത്തിയിറക്കുന്നതാണ്. ആ ഒരു പൊന്നോമൻ എല്ലാവരുടെയും കണ്ണിലുണ്ണി. അതിനെ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും ആവില്ല. പക്ഷെ അവർക്ക് ബോധ്യമുണ്ട്, തങ്ങളുടെ കുഞ്ഞ് ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏത് മാതാപിതാക്കൾക്കാണ് തങ്ങളുടെ പൊന്നോമനകളെ മരണത്തിന് വിട്ടുകൊടുക്കാൻ സാധിക്കുന്നത്? രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖയായ തിരുസഭ എന്ന പ്രമാണരേഖയിൽ
നമ്പർ 58 അവസാന ഭാഗത്ത് ഇത്തരത്തിലൊരു അമ്മയെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തൻ്റെ ഏകജാതനെ സ്വമനസ്സാലെ മരണത്തിന് വിട്ടുകൊടുത്ത ഒരമ്മ, പരിശുദ്ധ കന്യകാ മറിയത്തെ തൻ്റെ മകൻ ഇതാ കുരിശിൽ തൂങ്ങി മരിക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ മകൻ കുരിശിൽ തൂങ്ങിക്കിടന്ന അതേ വേദനകളുടെ അതേ വലിപ്പത്തിൽ ആ വേദനകളൊക്കെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയവളാണ് പരിശുദ്ധ മറിയം. അവളെക്കുറിച്ച് ആ പ്രമാണരേഖ ഇങ്ങനെ പറയുകയാണ്: തൻ്റെ ഏകജാതനോടുകൂടെ തീവ്രമായി വേദനിച്ച് അവിടുത്തെ ബലിയിൽ മാതൃസഹജമായ ഹൃദയത്തോടെ അവൾ സഹകരിച്ചു. താൻ ജനിപ്പിച്ച ആ ബലിമൃഗത്തെ വത്തിക്കാൻ കൗൺസിലിൽ പങ്കെടുത്ത പിതാക്കന്മാർ ആ സമയത്ത് മാതാവിൻ്റെ മുഖമായ ഭാഷയിൽ ഉപയോഗിച്ച ആ ബലിമൃഗത്തെ ഹോമിക്കുവാൻ പരിശുദ്ധ മറിയം സ്നേഹസമ്മതം കൊടുത്തു എന്ന് പ്രമാണരേഖ നമ്മെ പഠിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യേശുക്രിസ്തുവിൻ്റെ പീഡാസഹന സമയത്ത് അവൻ്റെ ശരീരത്തിൽ തറച്ച വേദനകളുടെ അതേ ബാഹുല്യത്തിൽ പരിശുദ്ധ അമ്മയുടെ ഹൃദയം വേദനിച്ചു എന്ന് സഭാപിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റൂർ ധ്യാന കേന്ദ്രത്തിലെ ബഹുമാനപ്പെട്ട ജോസ് ഉപ്പാണി അച്ഛൻ ഈ പരിശുദ്ധ അമ്മയുടെ വേദനയെക്കുറിച്ച് വളരെ ലളിതമായ രീതിയിൽ വിവരിക്കുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് അത് വിവരിക്കുന്നത്: ഒരു പെറ്റമ്മയുടെ മുൻപിൽ വെച്ച് ആരെങ്കിലും തൻ്റെ കുഞ്ഞിനെ മാരകമായിട്ട് ഉപദ്രവിച്ചാൽ ആ അമ്മയുടെ നെഞ്ച് എന്തുമാത്രം വേദനിക്കുമെന്ന് ഉപ്പാണിയച്ഛൻ പറയുകയാണ്. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, ആ കുഞ്ഞിന് ഏൽക്കുന്ന മുറിവുകൾ ഒരു പക്ഷേ കുറേ കാലം കഴിയുമ്പോൾ മാഞ്ഞു പോയേക്കാം. മുറിവുകൾ ഉണങ്ങുമ്പോൾ തന്നെ ആ കുഞ്ഞിൻ്റെ വേദനകളും ഇല്ലാതാകും. എന്നാൽ ഒരമ്മയുടെ മനസ്സിൽ നിന്ന് ആ വേദനകൾ ഒരിക്കലും പോകില്ല എന്ന് അച്ഛൻ പഠിപ്പിക്കുകയാണ്. അച്ഛൻ പറയുകയാണ്, അത് മരണാവസാനം വരെ ആ അമ്മയുടെ മനസ്സിൻ്റെ തേങ്ങലും ഒരമ്മയുടെ മനസ്സിൻ്റെ നൊമ്പരവുമായി തൻ്റെ മകനേറ്റ ക്ഷതം അമ്മയുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കും. ഇതേപോലെ മാനവലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പൂർണ്ണ മനസ്സോടുകൂടി തൻ്റെ മകനെ ക്ഷതങ്ങൾ കേൾപ്പിച്ചു കൊടുത്ത പരിശുദ്ധ മറിയത്തിൻ്റെ ആ വേദനകൾ സഭാപിതാക്കന്മാരിങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ആ വേദനകൾ സഹിക്കാൻ പരിശുദ്ധ മറിയത്തെ ശക്തിപ്പെടുത്താൻ പിതാവായ ദൈവം ശക്തമായ കൃപ കൊടുത്തു. പിതാവായ ദൈവം ശക്തമായ അഭിഷേകം കൊടുത്തു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച യുവദമ്പതികൾ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഞാൻ അന്ന് അവർക്ക് വേണ്ടി ഇപ്രകാരമാണ് പ്രാർത്ഥിച്ചത്: പിതാവായ ദൈവമേ, ഏകജാതൻ കുരിശിൽ തൂങ്ങിക്കിടക്കുന്നതിന് സാക്ഷ്യം വഹിച്ച പരിശുദ്ധ മറിയത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച്, സ്വർഗത്തിൻ്റെ മാലാഖയായ ഗബ്രിയേൽ മാലാഖയെ അയച്ച് ആ അമ്മയെ ശക്തിപ്പെടുത്തിയില്ലേ? ശക്തിപ്പെടുത്തുവാനായിട്ട് അവിടുന്ന് അയച്ചു കൊടുത്ത പരിശുദ്ധാത്മാവ്
സ്പിരിറ്റോ സാന്തോ ഷെന്തറ സൂദിത്തെ, നിന്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരുമെന്നുള്ള ഗബ്രിയേൽ മാലാഖയുടെ വചനങ്ങള്, മറിയത്തിൻ്റെ അവസാന നിമിഷങ്ങൾ വരെ അവളെ ബലപ്പെടുത്തിയ ആ വചനങ്ങള്, അതേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സ്വന്തം മകൻ്റെ കുഞ്ഞിൻ്റെ രോഗത്തിൻ്റെ മുൻപിൽ പതറി നിൽക്കുന്ന ഈ മാതാപിതാക്കളെ അവരുടെ സഹനങ്ങളിൽ, അവരുടെ വേദനകളിൽ, അവരുടെ പതർച്ചകളിൽ അവരെ ശക്തിപ്പെടുത്തുവാൻ, അവർക്ക് ബലം കൊടുക്കുവാൻ നിന്റെ ആത്മാവിനെ അയക്കണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന് കൊടുക്കാൻ പറ്റാത്ത ആശ്വാസമാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരുമ്പോൾ ലഭിക്കുന്നത്. ഈ ലോകത്തിന് കൊടുക്കാൻ പറ്റാത്ത ബലമാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരുമ്പോൾ ലഭിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് ആ സ്വർഗത്തിൻ്റെ ബലമാണ്, ആ സ്വർഗത്തിൻ്റെ ശക്തിയാണ്. റേഡിയോ കണ്ടുപിടിച്ച മർക്കോണി റേഡിയോയുടെ കണ്ടുപിടുത്തത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കതിൽ വലിയ അത്ഭുതമൊന്നും തോന്നില്ല. കാരണം ഇന്ന് ദൃശ്യമാധ്യമങ്ങളുടെയും ഇൻ്റർനെറ്റുകളുടെയും വാട്സപ്പിൻ്റെയും ഫേസ്ബുക്കുകളുടെ ഒരു കാലഘട്ടമാണ്. എന്നാൽ ഇതൊന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ലോകാത്ഭുതങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു മാർക്കോണി കണ്ടുപിടിച്ച റേഡിയോ. ലോകം മുഴുവൻ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഈ റേഡിയോയിലൂടെ എന്തായിരിക്കും ആദ്യം പ്രഭാഷണം ചെയ്യപ്പെടുന്നത്? അവരെല്ലാവരും കാത്തിരിക്കുമ്പോൾ ആ റേഡിയോയിൽ നിന്ന് ആദ്യം വന്നത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന പ്രാർത്ഥനയാണ്. ഇത് കേട്ടപ്പോൾ പത്രക്കാരൊക്കെ അത്ഭുതപ്പെട്ടു. വിജയകരമായ റേഡിയോയുടെ ആ ഒരു അവതരണത്തിന് ശേഷം പത്രസമ്മേളനം നടത്തിയപ്പോൾ പത്രക്കാർ മാർക്കോണിയോട് ചോദിച്ചു, ഞങ്ങൾ വിചാരിച്ചത് ആദ്യം റേഡിയോയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രോഗ്രാം ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി അങ്ങ് ചെയ്ത പ്രയത്നങ്ങളെക്കുറിച്ചായിരിക്കുമെന്നാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങ് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന പ്രക്ഷേപണം ചെയ്തത്? അപ്പോൾ മർക്കോണി കൊടുത്ത ഉത്തരം ഇങ്ങനെയാണ്: ഈ ഒരു കണ്ടുപിടുത്തം, അതിൻ്റെ പിന്നിൽ ഒരുപാട് വേദനകളുണ്ട്, ഒരുപാട് വിഷമതകളുണ്ട്, ഒരുപാട് നിരാശകളുണ്ട്, പതറിപ്പോയ നിമിഷങ്ങളുണ്ട്, ഒറ്റപ്പെട്ടുപോയ നിമിഷങ്ങളുണ്ട്, എല്ലാവരാലും കുറ്റപ്പെടുത്തപ്പെട്ട നിമിഷങ്ങളുണ്ട്. ആ നിമിഷങ്ങളിലൊക്കെ, എൻ്റെ വിഷമതകളിലൊക്കെ പിതാവായ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൻ്റെ ശക്തിയാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ് എന്നെ ബലപ്പെടുത്തിയത്. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലിയപ്പോൾ സ്വർഗം നൽകിയ അഭിഷേകമാണ് ഈ കണ്ടുപിടുത്തത്തിന് എനിക്ക് ബലം നൽകിയത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ആദ്യ പ്രക്ഷേപണത്തിൽ ഞാൻ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന കൂട്ടിച്ചേർത്തത്. പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ നമ്മുടെ കഴിവുകൾ, നമ്മുടെ തലക്കനങ്ങളൊക്കെ മറ്റുള്ളവരുടെ മുൻപിൽ കാണിച്ചു കൊടുക്കാൻ വെമ്പൽ കൊള്ളുന്നതാണ്. എന്നാൽ യഥാർത്ഥ ജ്ഞാനികൾ എപ്പോഴും എളിമയുള്ളവരായിരിക്കും. അവർക്ക് സ്വർഗത്തിൻ്റെ ഇടപെടലുകളെക്കുറിച്ച് ബോധ്യമുണ്ടാകും. നമ്മുടെ അനുദിന ജീവിതത്തിലെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പരിശ്രമിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ഇടപെടൽ കേൾക്കാൻ പരിശ്രമിക്കുമ്പോൾ നമ്മളിൽ നിന്ന് നിരാശയും പ്രതീക്ഷയില്ലാത്ത അവസ്ഥകളും വിട്ടുമാറുകയും നമ്മുടെ നേട്ടങ്ങൾക്കെല്ലാം പിന്നിൽ സ്വർഗത്തിൻ്റെ ശക്തിയാണെന്നുള്ള ബോധ്യം വരുമ്പോൾ പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്ക് നമ്മുടെ സഹനങ്ങളുടെ മുൻപിലും പതറാതെ നിൽക്കുവാനായി നമുക്ക് സാധിക്കും.
രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ആ പ്രമാണരേഖ, തിരുസഭ എന്ന പ്രമാണരേഖ എന്തുകൊണ്ട് മറിയം ദൈവവുമായിട്ട് ഇത്രയധികം അവൻ്റെ വേദനയിൽ, തൻ്റെ ഏകജാതൻ്റെ വേദനയിൽ പരിപൂർണമായി സഹകരിച്ചു എന്നതിന് രണ്ട് കാരണങ്ങളാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്ന്, ദൈവത്തിനോടുള്ള ഉജ്ജ്വലമായ സ്നേഹം. ആ വാക്കാണ് സഭാപിതാക്കന്മാർ ഉപയോഗിക്കുന്നത്, ദൈവത്തിനോടുള്ള ഉജ്ജ്വലമായ സ്നേഹം. ഈ ഉജ്ജ്വലമായ സ്നേഹത്തിന് ബൈബിളിൽ തന്നെ നമുക്ക് ഉത്തരം കണ്ടെത്തുവാൻ സാധിക്കും. അത് വേറെ ആരുടെ അടുത്തല്ല, ഉൽപ്പത്തി പുസ്തകത്തിലെ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമാണ് ദൈവത്തോടുള്ള ഉജ്ജ്വല സ്നേഹത്താൽ തൻ്റെ ഏകജാതനെ കൊത്തിക്കീറി അഗ്നി ഇറക്കി കത്തിച്ച് ദൈവത്തിന് ബലിയർപ്പിക്കാൻ മോറിയ മലയിലേക്ക് വിറകുകൊള്ളികൾ തൻ്റെ ഏകപുത്രനായ ഇസഹാക്കിൻ്റെ ചുമലിൽ വെച്ച് കൊടുത്തു പോകുന്ന ഒരു കാഴ്ച. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ധ്യാനിക്കണം. പ്രായമായ അബ്രഹാം പ്രാർത്ഥിച്ചാണ് തനിക്കൊരു പുത്രനെ ലഭിച്ചത്. വാർദ്ധക്യത്തിലാണ് തനിക്കൊരു പുത്രനെ ലഭിച്ചത്. ആ പുത്രനെ ദൈവീക പദ്ധതികൾക്ക് വേണ്ടി, സ്വർഗത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ടി ബലിയർപ്പിക്കണമെന്ന് സ്വർഗം ആവശ്യപ്പെട്ടപ്പോൾ യാതൊരു മടിയുമില്ലാതെ തൻ്റെ ഏകജാതനെ ബലിയർപ്പിക്കാനായിട്ട് പോകുന്ന അബ്രഹാമിനെ നാം കാണുകയാണ്. ബലിയർപ്പിക്കാനുള്ള അവസാന നിമിഷത്തിൽ അബ്രഹാത്തിൻ്റെ ആ വിശ്വാസത്തിൽ സ്വർഗം പ്രീതിപ്പെടുകയും സ്വർഗം ഇടപെടുകയും ആ കുഞ്ഞിൻ്റെ ബലി വേണ്ട എന്ന് നിർദ്ദേശിക്കുകയും ചെയ്ത് ദൈവത്തിന് സ്വീകാര്യമായിക്കൊണ്ട് കുഞ്ഞാടിൻ്റെ ബലി സ്വീകരിക്കുന്നത് നാം വായിക്കുന്നുണ്ട്. എന്നാൽ ഗാഗുൽത്താ മലയിൽ കുരിശിൻ്റെ വിറകുമായി ഗാഗുൽത്താ മലയിലേക്ക് പോകുമ്പോൾ അവനെ പിഞ്ചൊല്ലുന്ന പരിശുദ്ധ മറിയം ഗാഗുൽത്താ മലയിൽ അവൻ ബലിയർപ്പിക്കപ്പെട്ട സമയത്ത് സ്വർഗം ആ ബലിയെ തടഞ്ഞില്ല. കാരണം ആ ബലി സ്വർഗത്തിന് ആവശ്യമായിരുന്നു. ആ ബലി പിതാവായി ദൈവത്തിന് ആവശ്യമായിരുന്നു. ഇവിടെ ആ ബലിയർപ്പണത്തിന് പൂർണ്ണ സമ്മതത്തോടെ കാൽവരി മലയുടെ ചുവട്ടില് ദൈവത്തിനോടുള്ള ഉജ്ജ്വലമായ സ്നേഹത്താൽ, അതിതീക്ഷ്ണമായ സ്നേഹത്താൽ പരിശുദ്ധ മറിയം ആ കുരിശിൻ ചുവട്ടിൽ നിൽപ്പുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവീക കാര്യങ്ങൾക്ക് വേണ്ടി നാം എന്ത് പ്രാധാന്യമാണ് കൊടുക്കുന്നത്? നമ്മൾ പലപ്പോഴും നമ്മുടെ സുഖങ്ങളുടെ പിന്നാലെ നടക്കും. ദൈവീക കാര്യങ്ങൾക്ക് നാം പലപ്പോഴും രണ്ടാം സ്ഥാനം കൊടുക്കും. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമും നമ്മുടെ അമ്മയായ പരിശുദ്ധ മറിയവും, ഈ രണ്ട് വ്യക്തിത്വങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിനോടുള്ള ഉജ്ജ്വലമായ, വ്യവസ്ഥകളില്ലാത്ത, അൺകണ്ടീഷണൽ ആയിട്ടുള്ള അവരുടെ സ്നേഹമാണ്. ആ സ്നേഹത്തെയാണ് സ്വർഗം ഏറ്റെടുക്കുകയും ആ സ്നേഹത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ലോകത്തെ രക്ഷിക്കുകയും ചെയ്യുന്നത്. സങ്കീർത്തനം 139:14 നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് അബ്രഹാമിൻ്റെയും പരിശുദ്ധ മറിയത്തിൻ്റെയും മനോഭാവമാണ് സങ്കീർത്തകൻ്റെ ഈ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
ദൈവത്തിൻ്റെ മുൻപിൽ കരങ്ങൾ കൂപ്പിപ്പിടിച്ച് സങ്കീർത്തകൻ പാടുന്നത് പോലെ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു, അത്ഭുതകരമായി എന്നെ സൃഷ്ടിച്ചു. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്, അതെനിക്ക് നന്നായി അറിയാം. ദൈവത്തിൻ്റെ ഇടപെടൽ അത്ഭുതകരമാണ്, അതെനിക്ക് നന്നായി അറിയാമെന്ന് സങ്കീർത്തകൻ പാടുന്ന ആ മനോഭാവമാണ് മോറിയ മലയിൽ ബലിയർപ്പിക്കാനായി പോയ അബ്രഹാമിൻ്റെയും ഗാഗുൽത്താ മലയിൽ തൻ്റെ ഏകപുത്രനെ ബലിയർപ്പിച്ച പരിശുദ്ധ മറിയത്തിൻ്റെയും മനോഭാവം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ രണ്ടാമത്തെ ഉജ്ജ്വല സ്നേഹം മാനവകുലത്തോടാണ്. മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ ദൈവത്തിൻ്റെ പുത്രൻ തൻ്റെ ഉദരത്തിൽ അവതരിക്കുന്നതെന്നും അവനെ പൂർണ്ണ മനസ്സോടെ ദൈവത്തിന് ബലിയർപ്പിക്കാനായി നൽകുന്നതും മാനവകുലത്തിനോടുള്ള ഉജ്ജ്വല സ്നേഹമാണെന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിലിലെ പിതാക്കന്മാർ മനസ്സിലാക്കുകയും ആ തിരുസഭ എന്ന പ്രമാണരേഖയുടെ 58-ാം നമ്പറിൽ അവരിത് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. യേശുവിനെ നമ്മുടെ രക്ഷയ്ക്കായി പൂർണ്ണ മനസ്സോടെ ഗാഗുൽത്താ മലയിൽ സമർപ്പിച്ചു. അത് മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ യേശുവിനോടൊപ്പം സഹരക്ഷകയാണെന്ന് സഭ ഉദ്ഘോഷിക്കുന്നത്. തിരുസഭ നമ്പർ 61 ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്: തൻ്റെ പുത്രനോടൊത്ത് പീഡ അനുഭവിച്ച് അനുസരണം, വിശ്വാസം, പ്രത്യാശ, ഉജ്ജ്വല സ്നേഹം എന്നിവ വഴി ആത്മാക്കളുടെ പ്രകൃത്യാതീത ജീവൻ, അടിസ്ഥാനപരമായിട്ട് ആത്മാക്കളുടെ രക്ഷയ്ക്ക്, ആത്മാക്കളെല്ലാം സ്വർഗീയ ജീവൻ പ്രാപിക്കാൻ, ചുരുക്കി പറഞ്ഞാൽ നാം നശിക്കാതിരിക്കാൻ, നാം അന്ധകാരത്തിൽ പെട്ടുപോകാതിരിക്കാൻ, നാം നരകത്തിന് അടിമയാകാതിരിക്കാൻ, യഥാർത്ഥത്തിലുള്ള ദൈവം നമുക്ക് നൽകിയ ആ ഐഡന്റിറ്റി നിലനിർത്തി നമ്മുടെ ആത്മാവ് ദൈവത്തിൽ സായുജ്യമടയുവാൻ പരിശുദ്ധ അമ്മ ബോധപൂർവം തൻ്റെ പുത്രനെ ഗാഗുൽത്താ മലയിൽ ബലിയർപ്പിച്ചുവെന്ന് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ അനുഭവങ്ങളാണ് ഏത് സഹനങ്ങളുടെ മുൻപിൽ പതറാതെ നിൽക്കാൻ നമ്മെ സഹായിക്കുന്നത്. നമ്മുടെ ആ അമ്മയുടെ അപ്പൻ്റെയും ജീവിതം ഞാൻ പറഞ്ഞു. ഇതേപോലെ അനവധിയായ സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവിനെ തരുന്ന പിതാവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ആ അഭിഷേകത്താൽ എല്ലാവിധ അസ്വസ്ഥതകളെ തരണം ചെയ്യാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം സ്വർഗത്തിൻ്റെ ആത്മാവിനെ അയച്ച് നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ശക്തിപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.